നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്താണ് റെഗുലേറ്ററി ബോർഡ് എക്സാംസ്, എന്തൊക്കെയാണ് റെഗുലേറ്റിംഗ് ബോർഡ് എക്സാംസിൽ വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. ആദ്യം തന്നെ ഏതൊക്കെയാണ് അതിൽ വരുന്ന എക്സാംസ്. ഫസ്റ്റ് ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ വിളിക്കാൻ പോകുന്നത് നബാർഡാണ്. നബാർഡ്, അതേപോലെ തന്നെ സെബി, IRDA, RBI, ഇത്ര കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഗുലേറ്റിംഗ് ബോർഡ് എക്സാംസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതി ക്രാക്ക് ചെയ്യുന്ന എക്സാംസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതിൽ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നബാർഡ് എക്സാം 2025. ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നബാർഡിലേക്കാണെങ്കിൽ നമുക്ക് ഏതാണ് ഗ്രേഡ് A ഓഫീസർ പോസ്റ്റ് ഉണ്ട്, ഗ്രേഡ് B പോസ്റ്റുകളുണ്ട്, ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്. അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏജ് ആണ് ഇമ്പോർട്ടൻ്റ്. ആദ്യം നിങ്ങൾക്ക് ഗ്രേഡ് A പോസ്റ്റുകളിലേക്ക് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേഡ് B പോസ്റ്റ് ആണെങ്കിൽ 25 തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്കും, ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എക്സാം പാറ്റേൺ സാധാരണ ബാങ്ക് എക്സാമുകൾ പോലെ തന്നെ phase 1 ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, phase 2 മെയിൻ എക്സാം ഉണ്ടാവും, phase 3 ഇൻ്റർവ്യൂ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ എക്സ്ട്രാ പഠിക്കേണ്ടത്? സ്റ്റഡി ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ് അവിടെ ഉണ്ട്. അതുകൂടാതെ ജനറൽ അവയർനെസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മളിത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ പഠിക്കണം. അപ്പോൾ ഇവിടെ നബാർഡ് എക്സാമുകളിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നോട്ടിഫിക്കേഷൻ എത്ര പെട്ടെന്ന് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ അതിലൊന്നും ബുദ്ധിമുട്ടില്ല. GIയും അവർ പഠിക്കുന്നുണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങളും അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അതൊന്ന് ഫോക്കസ് ചെയ്ത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാംസും ഈസി ആയിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നബാർഡിനെ കുറിച്ചുള്ള എക്സാംസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. ഇനി നമുക്ക് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ഗ്രേഡ് A അസിസ്റ്റൻറ്റ് മാനേജറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഏജ് കാര്യങ്ങൾ, നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഏജ് 21 ഇയേഴ്സ് നമുക്ക് വേണം, മാക്സിമം 30 വയസ്സാണ്. ഏജ് റിലാക്സേഷനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമുക്കൊരു ഡിഗ്രി, ബാച്ചുലേഴ്സ് ഡിഗ്രി, അത് കൂടാതെ സ്പെഷ്യലൈസ്ഡ് സ്ട്രീമിലേക്ക് വിളിക്കും. ഇപ്പോൾ നമുക്ക് IT, ലീഗൽ, അതേപോലെ IT, റിസർച്ച്, ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പെസിഫിക് ഡിഗ്രീസ് റിക്വയർഡ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് വേണം. അതല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കാരന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് എക്സാം സ്ട്രക്ചർ phase 1 സ്ക്രീനിങ് ആണ്, phase 2 പ്രിലിംസും മെയിൻസും എന്നും പറയുന്ന പോലെ തന്നെ ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ക്ലിയറിംഗ് phase 2. മെയിൻസ് പാസ്സായി കഴിഞ്ഞവർക്ക് എന്തുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എക്സാം പാറ്റേണും നമുക്ക് എന്താണ് സാധാരണ ബാങ്ക് എക്സാമിൻ്റെ പോലെ phase 1ഉം, അതായത് പ്രിലിംസ്, മെയിൻസ്, ദെൻ ഇൻ്റർവ്യൂ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് സ്റ്റഡി പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് കൂടാതെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ നമുക്കത് തന്നെ നമുക്ക് എന്ത് നോക്കണം, മാർക്കറ്റിനെ കുറിച്ച്, സെബി ഫങ്ഷൻസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്, ബാങ്കിങ് സിസ്റ്റം ആൻഡ് RBI ഫങ്ഷൻസ്, ബഡ്ജറ്റ്, എക്കണോമിക് സർവേ, മോണിറ്ററി പോളിസീസ്, നമുക്ക് പറഞ്ഞ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ബാങ്ക് എക്സാംസിന് പഠിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാംസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത്, IT ആണെങ്കിൽ അതിലേക്കുള്ള പ്രൊഫഷണൽ നോളേജ് ഉണ്ടായിരിക്കണം, ലീഗൽ ആണെങ്കിൽ ലീഗൽ, റിസർച്ച് ഏരിയ ആണെങ്കിൽ അത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ലാംഗ്വേജിലുള്ള നിങ്ങളുടെ പ്രൊഫഷണൽ നോളേജ് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ IRDA എക്സാംസിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം. IRDA എക്സാംസിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സാംസ് പ്രധാനമായിട്ട് ഓഫീസർ പോസ്റ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ, സ്പെഷ്യലൈസ്ഡ് റോൾസിലേക്കാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം. ദെൻ ഏജ് വരുന്നത് 21 to 30. ഞാൻ പറഞ്ഞ ഏജ് റിലാക്സേഷൻസ് ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ഗ്രാജുവേഷൻ തന്നെ മതി, നമുക്ക് ഗ്രാജുവേഷൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതല്ല ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണം. പ്രിലിംസ്, മെയിൻസ്, അതേപോലെ ഇൻ്റർവ്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രിലിംസിലെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്.
ഇവിടെ വരുമ്പോൾ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ ജനറൽ അവയർനെസ്, ദെൻ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിലേക്കുള്ള പ്രൊഫഷണൽ നോളജ് ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ, മെയിൻസ് പാസ്സായവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഇൻഷുറൻസ് മേഖലയിലെ സിലബസ് ജസ്റ്റ് ഒന്നുള്ളതാണ്. ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ്, IRDA റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, നമ്മളുടെ ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ സിലബസുകളാണ്. നമുക്ക് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, അക്കൗണ്ടിങ് ബേസിക്സ് ആൻഡ് ബഡ്ജറ്റിംഗ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് റിലേറ്റഡ് ലോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദെൻ നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? RBI എക്സാംസിലേക്കാണ് പോകുന്നത്. RBI എക്സാമുകളാണെന്നുണ്ടെങ്കിൽ RBI ഗ്രേഡ് ബി ഓഫീസറും RBI അസിസ്റ്റൻറ്റുമാണ്. ഇപ്പോൾ RBI അസിസ്റ്റൻറ്റിനെ കുറിച്ചിട്ടുള്ളതായാലും RBI ഗ്രേഡ് ബി ഓഫീസറിനെ കുറിച്ചിട്ടുള്ള ഫുൾ എക്സാം പാറ്റേണുകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മളുടെ ചാനലിൽ തന്നെ ഇതിന് താഴേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് എന്തുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ RBIയിലേക്ക് വരികയാണെങ്കിൽ ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി 60% മാർക്കാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് 50% ആണ്. 21 വയസ്സ് തൊട്ട് 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻസ് സാധാരണയുള്ള കാറ്റഗറിക്കാർക്ക് അവൈലബിൾ ആണ്. ഒരു പ്രിലിംസ് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കൂടി ഇൻക്ലൂഡ് ഒരു മെയിൻസ് ഉണ്ട്, phase 2 ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടെ പ്രിലിംസ് നമ്മളുടെ എന്താണ് ബാങ്കിങ് എക്സാംസിൻ്റെ മെയിൻസിന് വരുന്ന അതേ സിലബസ് ആണ്. നമ്മൾ phase 1 ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. phase 2ലേക്ക് വരാണെങ്കിൽ ഏതൊക്കെയാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, റൈറ്റിംഗ് സ്കിൽസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ദെൻ നമ്മളിലേക്ക് വരാണെങ്കിൽ RBI അസിസ്റ്റൻറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം, 50% പാസ് മാർക്ക്, 50% മാർക്ക് വേണം. SC ST PWD കാൻഡിഡേറ്റ്സിന് പാസ്സായാൽ മതി. 20 തൊട്ട് 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെയും പ്രിലിംസ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മെയിൻസും ഒബ്ജക്റ്റീവ് ആണ്. LPT ഉണ്ട്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് പാസ്സാണ്. സാധാരണ നമ്മൾ IBPS ക്ലർക്കിൻ്റെ അതേപോലത്തെ തന്നെ ഒരു എക്സാമാണ്, സിമ്പിളായിട്ടുള്ള എക്സാമാണ് കേട്ടോ. RBI അസിസ്റ്റൻറ്റ് പ്രിലിംസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്. മെയിൻസിലേക്ക് വരാണെങ്കിൽ റീസണിങ്, ഇംഗ്ലീഷ്, QA, ജനറൽ അവയർനെസ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് വരുന്നത്. സാധാരണ ബാങ്ക് എക്സാംസിൻ്റെ ക്ലർക്കൽ എക്സാമുകൾക്ക് വരുന്ന അതേ സിലബസ് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് റെഗുലേറ്റിംഗ് ബോർഡ് എക്സാംസിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നബാർഡ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ബാങ്കാണ് അല്ലേ. അവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. സെബി ആയിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതൽ നമുക്ക് സ്പെഷ്യലൈസ് ആയിട്ട് പഠിക്കേണ്ട ഒരു പേപ്പർ ഉണ്ടാവും. IRDA ആണെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്റിംഗ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. RBI ആണെങ്കിൽ RBI ഗ്രേഡ് ബിയിലേക്ക് വരാണെങ്കിൽ റിസർവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ബോർഡ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബാങ്ക് എക്സാംസിന് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ബാങ്ക് എക്സാം പോലെ തന്നെയാണ്. ഓഫീസർ പോസ്റ്റുകളിലേക്ക് വരുമ്പോഴും സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ പേപ്പർ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? പഠിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ RBI ഗ്രേഡ് ബി, RBI അസിസ്റ്റൻറ്റ് പോസ്റ്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളുടെ താഴെ എല്ലാത്തിനെയും കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുകൂടാതെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും. ദെൻ നമ്മളുടെ എല്ലാം കൂടിയും ഒരൊറ്റ കോഴ്സ് ആയാലും SSC RRB ബാങ്കിങ് കോഴ്സുകൾ ഒരൊറ്റ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ കോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് SSC RRB റെയിൽവേ എക്സാംസ്, ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് മേഖലയിലെ എക്സാംസ്, ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് ടോട്ടൽ വേക്കൻസീസ് വരുന്ന എല്ലാ എക്സാമുകളിലേക്കും കൂടി നിങ്ങൾക്ക് ഒരൊറ്റ പഠനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്ത് എക്സാംസ് എഴുതാൻ പറ്റും. അതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ്. ഇതിൽ ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡഡ് സെക്ഷൻസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകൾ തുടങ്ങി എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടുള്ള ബാച്ചാണ്. ഇതിനെക്കുറിച്ച് അറിയാനും 7736122215 എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് റെഗുലേറ്റിംഗ് അതോറിറ്റി, അതായത് റെഗുലേറ്റിംഗ് ബോഡീസ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും നബാർഡ്, അതേപോലെ RBI, സെബി, ദെൻ IRDA,
ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ളതിനേക്കാൾ ഹൈ സാലറിയാണ് ഇവിടെയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഉണ്ടാവുക. നമ്മൾ സാധാരണ ബാങ്കിങ് ക്ലർക്കിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി, അതേപോലെ തന്നെ ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ അതിൽ കൂടുതൽ സാലറി, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ എക്സാംസിന് കുറച്ച് ഡിഫിക്കൽട്ട് കാര്യങ്ങൾ ഉണ്ടാവും, അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒരു എക്സ്ട്രാ പേപ്പറുകൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അപ്പോൾ നമ്മളത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ അതിലേക്ക് എത്തിപ്പെടാനായിട്ട്, അതായത് നിങ്ങൾ ഹ്യൂജ് സാലറിയാണ് ഇവിടെ എല്ലാ പോസ്റ്റുകളിലേക്കും ലഭിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ലെവലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതാണ് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമുക്ക് ഈ പോസ്റ്റുകൾ, ചില ആൾക്കാർ RBI ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റുകളിലേക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അവരൊരു 100% അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. RBI എക്സാംസിന് വേണ്ടി മാത്രം എഴുതുന്നവരുണ്ട്. അതേപോലെ ഈ റെഗുലേറ്റിംഗ് എക്സാംസുകൾ മാത്രം ബോർഡ്സിലേക്കുള്ള എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ മാത്രം എഴുതുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും നമുക്കറിയാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത്? അതിലെ അട്രാക്റ്റീവായിട്ടുള്ള സാലറി, അതേപോലെ ഒട്ടനവധി അലവൻസുകൾ, കിട്ടുന്ന റെസ്പെക്റ്റ്, ഇതെല്ലാം ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ ഏതാണോ അതിലേക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന സിലബസ് വെച്ച് ഇപ്പോൾ ബാങ്ക് എക്സാംസിനും ഇൻഷുറൻസ് എക്സാംസിനുമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് റിലേറ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സാമുകളിലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എവിടെയാണ് നമ്മളുടെ ഭാഗ്യം കെടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതല്ലാതെ ഞാൻ ഇന്ന പോസ്റ്റിലേക്ക് മാത്രം IBPS PO മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ, അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇപ്പോൾ IBPS PO നിങ്ങൾ ബാങ്ക് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എക്സാമുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാങ്ക് എക്സാമിൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ LBO വിളിക്കും, അപ്രന്റീഷിപ്പ് വിളിക്കും, അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലെ AO വിളിക്കും, IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, RRB, റീജിയണൽ റൂറൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ തന്നെയുണ്ട്. SSC എക്സാമുകൾ എഴുതാം, നിങ്ങൾക്ക് റെയിൽവേ എക്സാംസുകൾ എഴുതാം, അങ്ങനെ ഒരുപാട് എക്സാംസുകൾ നിങ്ങൾക്ക് എഴുതാം. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ ഹൈ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകളും നിങ്ങൾ എഴുതണം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ എഫർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, എത്തിച്ചേരും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.